ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2025 മെയ്യിലെ PSC ബുള്ളറ്റിനിലെ പൊതുവിജ്ഞാനം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ജാതക കഥകളുടെ ചിത്രീകരണം കാണാൻ കഴിയുന്ന ഗുഹ അജന്ത ഗുഹ. ചിത്രകാരനായ വാൻഗോഗ് ജനിച്ച രാജ്യം നെതർലൻഡ്സ്. സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം സ്ഥാനികോർജം. സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം സ്ഥാനികോർജം. സേവാദൾ രൂപവൽക്കരിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. സേവാദൾ രൂപവൽക്കരിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. ജാതകം തയ്യാറാക്കുന്ന വിദ്യ ഇന്ത്യക്കാർ ആരിൽ നിന്നുമാണ് പഠിച്ചത്? ഗ്രീക്കുകാർ. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. ജിന്ന ഹൗസ് എവിടെയാണ്? മുംബൈയില്. ജിന്ന ഹൗസ് എവിടെയാണ്? മുംബൈയില്. ജില്ലകൾ തിരുവിതാംകൂറിൽ 1940 മുമ്പ് എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? റവന്യൂ ഡിവിഷൻ. നോബൽ സമ്മാനം നേടിയ ആദ്യ അറബ് സാഹിത്യകാരൻ നജീബ് മഹ്ഫൂസ്. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തക വങ്കാരി മതായി. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തക വങ്കാരി മാതായി. നോബൽ സമാധാന സമ്മാനം ലഭിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റ്. നോബൽ പ്രൈസ് സമ്മാനിക്കുന്ന രാജ്യം സ്വീഡൻ. നോബൽ പ്രൈസ് സമ്മാനിക്കുന്ന രാജ്യം സ്വീഡൻ. നെഞ്ചരിപ്പ് അനുഭവപ്പെടുന്നത് ഏത് അവയവത്തിലാണ്? ആമാശയം. മെൻലോ പാർക്കിലെ മാജിക്കുകാരൻ എന്നറിയപ്പെട്ടത് എഡിസൺ. മെൻലോ പാർക്കിലെ മാജിക്കുകാരൻ എന്നറിയപ്പെട്ടത് എഡിസൺ. മെർക്കാറ മടിക്കേരി ഏത് സംസ്ഥാനത്താണ്? കർണാടകം. മെർക്കുറിക് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയോ ഫാരൻഹീറ്റ് 1714. ചൈനീസ് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സൺയാസൻ. ചൈനീസ് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സൺയാസൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. കേരള കൊങ്ങണി അക്കാദമി എവിടെയാണ്? എറണാകുളം. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. കേരള സൈഗാൾ എന്നറിയപ്പെട്ടത് പരമേശ്വരൻ നായർ. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. കേരള കൗമുദി പത്രം ആരംഭിച്ചത് K. സുകുമാരൻ. കേരള കൗമുദി എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് കോവുണ്ണി നെടുങ്ങാടി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഫെല്ലോ KP കേശവമേനോൻ. കേരള സാഹിത്യ ചരിത്രം രചിച്ചത് ഉള്ളൂർ. കേരള സാഹിത്യ ചരിത്രം രചിച്ചത് ഉള്ളൂർ. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുമ്പോൾ ദിവാനായിരുന്നത് T. മാധവറാവു. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് സാൽക്ക്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് സാൽക്ക്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത മാതാ അമൃതാനന്ദമയി. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത
മാതാ അമൃതാനന്ദമയി. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ലണ്ടൻ. ഐക്യരാഷ്ട്രയിലെ ഔദ്യോഗിക ഭാഷകൾ 6. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഹൈദരാബാദ്. ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഹൈദരാബാദ്. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ കേരളീയ വനിത ജസ്റ്റിസ് അന്ന ചാണ്ടി. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ കേരളീയ വനിത ജസ്റ്റിസ് അന്ന ചാണ്ടി. ചൈനയെയും തായ്വാനെയും വേർതിരിക്കുന്ന കടലിടുക്ക് തായ്വാൻ കടലിടുക്ക്. ചൈനയെയും തായ്വാനെയും വേർതിരിക്കുന്ന കടലിടുക്ക് തായ്വാൻ കടലിടുക്ക്. ചൈനീസ് വിപ്ലവത്തെ തുടർന്ന് ചിയാൻ കൈഷക്ക് ഏത് ദ്വീപിലേക്കാണ് പലായനം ചെയ്തത്? തൈവാൻ, ഫോർമോസ. ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയായ നദി അമൂർ. തൊണ്ടമുഴ ഉണ്ടാകുന്നത് ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ്? അയഡിൻ. തൊണ്ടമുഴ ഉണ്ടാകുന്നത് ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ്? അയഡിൻ. തെക്കേ അമേരിക്കയിലെ കരബന്ധിത രാജ്യങ്ങൾ ബൊളീവിയ, പരാഗ്വേ. തെക്കേ ഇന്ത്യയിൽ അമേരിക്കക്കാർ വികസിപ്പിച്ചെടുത്ത സുഖവാസ കേന്ദ്രം കൊടൈക്കനാൽ. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. മേരി ക്യൂറി ജനിച്ച രാജ്യം പോളണ്ട്. കേരളത്തിലെ ഊട്ടി എന്ന് വിളിക്കുന്ന റാണിപുരത്തിൻ്റെ പഴയ പേര് മാടത്തുമല. കേരള ഊട്ടി എന്ന് വിളിക്കുന്ന റാണിപുരത്തിൻ്റെ പഴയ പേര് മാടത്തുമല. കോഴിക്കോട് ജില്ലയിലെ കൊളാവിപ്പാലം എന്തിനു പ്രസിദ്ധം? കടലാമ സംരക്ഷണ കേന്ദ്രം. കോഴിക്കോട് ജില്ലയിലെ കൊളാവിപ്പാലം എന്തിനു പ്രസിദ്ധം? കടലാമ സംരക്ഷണ കേന്ദ്രം. കോർബ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി രാംഗംഗ. കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി രാംഗംഗ. കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട നേതാവ് സി കേശവൻ. കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട നേതാവ് സി കേശവൻ. സേവാഗ്രാം ആശ്രമം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. സേവാഗ്രാം ആശ്രമം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മേപ്പിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം കാനഡ. മേപ്പിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം കാനഡ. മേരി ഇവാൻസ് ഏതു പേരിലാണ് പ്രസിദ്ധി ആർജിച്ചത്? ജോർജ് എലിയറ്റ്. ഗോശ്രീ എന്ന പേരിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് കൊച്ചി. ഗോശ്രീ എന്ന പേരിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് കൊച്ചി. ജോൺ രാജാവ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച വർഷം 1215. ജോൺ രാജാവ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച വർഷം 1215. ജോൺ എഫ് കെന്നഡി കൊല്ലപ്പെട്ട വർഷം 1963. തേനീച്ച സമൂഹത്തിലെ തൊഴിലാളികൾ ആര്? പെൺ തേനീച്ച. ദേശീയഗാനം പാടാൻ ആവശ്യമായ സമയം 52 സെക്കൻഡ്. ദേശീയഗാനം പാടാൻ ആവശ്യമായ സമയം 52 സെക്കൻഡ്. താവോയിസത്തിൻ്റെ സ്ഥാപകൻ ലാവോസെ. താവോയിസത്തിൻ്റെ സ്ഥാപകൻ ലാവോസെ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം കീചകവധം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം കീചകവധം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ്. അതിപ്പോൾ അറിയപ്പെടുന്ന പേര് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സെൻട്രൽ ഹാള്. കോഴിയുടെ കാലിൽ എത്ര വിരലുകളുണ്ട്? 4. ഗോവർദ്ധൻ്റെ യാത്രകൾ രചിച്ചത് ആനന്ദ്. ഗോവർദ്ധൻ്റെ യാത്രകൾ രചിച്ചത് ആനന്ദ്. ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം കൊച്ചിയിലെത്തിയത് ഏതു വർഷത്തിൽ? AD 1604. ഡൽഹി ഏത് നദിയുടെ തീരത്താണ്? യമുന. ഡൽഹി ഏത് നദിയുടെ തീരത്താണ്? യമുന.
തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ രണ്ടാമത്തെ മലയാളി രാജാ രവിവർമ്മ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ രണ്ടാമത്തെ മലയാളി രാജാ രവിവർമ്മ. തിരുവിതാംകൂറിൽ ഗൗരി ലക്ഷ്മിബായി ഭരണം ഏറ്റെടുത്തത് ഏതു വർഷത്തിൽ? AD 1810. തീർത്ഥാടകരിൽ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ഹുയാൻസാങ്. തീർത്ഥാടകരിൽ രാജകുമാരൻ എന്ന് വിശേഷിക്കപ്പെട്ടത് ഹുയാൻസാങ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്